പ്രാവച്ചമ്പലം സിസ്റ്റേഴ്സ്. പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ തിരുവനന്തപുരം പ്രാവച്ചമ്പലത്തെ ഇരട്ട സഹോദരിമാരെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിച്ചു നിൽക്കുമ്പോഴും ഈ കുട്ടികൾ ആവേശത്തോടെ പറയുന്നത് അവരുടെ വിജയഗാഥയെക്കുറിച്ചല്ല. തപ്ത നിമിഷങ്ങളിൽ ഉഴലുന്ന ഈ കുട്ടികളുടെ വിജയഗാഥ പരാജയത്തിൻ്റെ ഗാഥയായി മറ്റൊരു വഴിക്ക് നീങ്ങുന്നു. വീട്ടുവാടക കൊടുക്കാനില്ലാതെ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമെന്ന ആശങ്കയിൽ നീറി കഴിയുന്ന ഒരു കുടുംബത്തിൻ്റെ പരിദേവനമാണ് നമ്മൾ ഈ ജീവിത കഥയിലൂടെ അവതരിപ്പിക്കുന്നത്. അവരുടെ ജീവിതത്തിലേക്ക് ക്യാമറ ചലിപ്പിക്കുന്നു നമ്മൾ. പ്രാവച്ചമ്പലം സിസ്റ്റേഴ്സ്, ഒരതിശയോക്തിക്ക് അങ്ങനെ വിളിക്കാം ഈ സഹോദരിമാരെ. ഊണിലും ഉറക്കത്തിലും കിതപ്പിലും കുതിപ്പിലും ഒരേ ശ്വാസം. ഓരോ ക്ലാസ് വിജയിക്കുമ്പോഴും പടവുകൾ കയറുന്നത് ഒരുമിച്ച്. 10ാം ക്ലാസ്സിലെ വിജയത്തിന് ശേഷം ഉന്നത പഠനത്തിന് തയ്യാറെടുക്കുകയാണ് ഒരുമിച്ച്. പക്ഷേ ലൈഫ് എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടാണ്. ശരിക്കും പറഞ്ഞാൽ വാടക പോലും അത്രയും പെൻഡിങ്ങിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി അങ്ങോട്ട് തുടർ പഠനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ചിലവാകും. അപ്പോൾ അതെങ്ങനെയാണ് ഇനി അത്രയും പ്രതിസന്ധിയാണ് മുന്നിൽ, എങ്ങനെ കൊണ്ടുപോകുന്നു, ഇനി മുന്നോട്ട് എന്ത് വഴിയാണ് ഉള്ളതെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ എൻ്റെ ജീവിതം മൊത്തം അങ്ങ് തകർന്നു മക്കളെ. ഇപ്പം എനിക്ക് ആരോഗ്യ പ്രശ്നം വളരെ കൂടുതലാണ്. എനിക്ക് 2 ദിവസം ജോലിക്ക് പോകാൻ പറ്റുമെങ്കിൽ പിന്നെ ഒരാഴ്ച ജോലിക്ക് പോകാൻ പറ്റാത്തൊരു ഹെൽത്തായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ശരീരത്തിൽ. ജയലക്ഷ്മിയുടെയും ശ്രീലക്ഷ്മിയുടെയും കരുത്ത് അമ്മയും അമ്മൂമ്മയുമാണ്. അമ്മയുടെയും അമ്മൂമ്മയുടെയും ജീവിതം ഈ പെൺമക്കൾക്ക് വേണ്ടിയും. കുറഞ്ഞ വരുമാനമാണെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എല്ലുമുറിയെ പണിയെടുക്കുന്നത് ഈ പെൺമക്കളുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മക്കൾ 2 പേരും എനിക്ക് ഇടവും വലതും എൻ്റെ 2 കൈ പോലെയാണ് അവർ. കാര്യം അവർ 2 പേരും എൻ്റെ അപ്പുറം ഇപ്പുറം നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ജീവനോടെ ഇപ്പോഴും നിലനിൽക്കുന്നത്. സ്വന്തമായിട്ട് ഒരു വീട് കിട്ടിയാൽ അപ്പോഴും ഞാൻ എൻ്റെ ജോലിയെല്ലാം മതിയാക്കി. എന്ന് വെച്ചാൽ എനിക്ക് അത്രയ്ക്ക് വയ്യ ജോലിക്ക് പോയിട്ടെന്ന് എൻ്റെ കൊച്ചുങ്ങൾക്ക് അറിയാം. ജീവിതം ദുരിതമായിരുന്നു. 17 വർഷമായി ഈ 4 പെണ്ണുങ്ങൾ വാടക കെട്ടിടങ്ങളിലായി അന്തി ഉറങ്ങുന്നു, മറ്റാരുടെയും തുണയില്ലാതെ. പക്ഷേ ഇന്ന് ഞങ്ങൾ 2 പേരും +1 പോകുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇനിയുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ചിലവടക്കം അമ്മയും അമ്മാമ്മയും കൊണ്ട് പറ്റത്തില്ല. കാര്യം അവർ ഒരുപാട് ഇത്രയും കാലം അവർ അവരുടേതായ രീതിയിൽ എല്ലാം അവർ നോക്കി. റിലേറ്റീവ്സ് ആയാലും നാട്ടുകാരായാലും ഹെൽപ്പ് ചെയ്യാമെന്നൊരു ഇത് ഞങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടില്ല. എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭയങ്കര പ്രതിസന്ധികളായിരുന്നു എൻ്റെ. അപ്പോൾ ഇപ്പോഴത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് എനിക്കൊരു വയ്യായിക വന്നു. ആരന്വേഷിക്കുക എന്ന് വെച്ചാൽ എൻ്റെ ആളുകളില്ല, അവളെ അച്ഛൻ്റെ ആളുകളില്ല, അവളെ ഭർത്താവിൻ്റെ ആളുകളില്ല, ഭർത്താവില്ല. അപ്പം ഈ കുട്ടിയൊക്കെ ആരുണ്ടെന്നാണ് എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിനകത്തുള്ള ചിന്താഗതി. അടച്ചുറപ്പുള്ള ഒരു കൂരയാണ് സ്വപ്നം. ചോർന്നൊലിക്കാത്ത, വെയിലിൽ ചുട്ടുപൊള്ളാത്ത സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ ഒരുമിച്ചിരുന്ന് പങ്കുവെക്കാനൊരിടം. 24 തിരുവനന്തപുരം.